നീ എന്താ ചെയ്യുന്ന? അത് ഒന്നുമില്ല. മുരളിയേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ചിത്ര ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് തോന്നി. അതാ ഞാൻ. ശ്വേതേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നീ ചെയ്യുന്നേ. ഇങ്ങനെയുള്ള കാര്യങ്ങള് നിന്റെ കൈകൊണ്ട് ചെയ്യുന്നത് കാണുമ്പോ, അതും ഈ ദിവസം തന്നെ, ഞാനിങ്ങനെ ഒരിക്കലും ചിന്തിച്ചു പോലുമില്ല. ഇപ്പൊ എന്റെ മനസ്സിന് എവിടുന്ന് ഒരു ധൈര്യം കിട്ടിയതുപോലെ തോന്നുക. താങ്ക്സ്. ശരി മുരളിയേട്ടാ, ഞാനൊന്ന് താഴേക്ക് പോയിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ശ്വേതേ, മുരളിയേട്ടൻ എന്താ പറഞ്ഞേ? എന്തു പറ്റി ശ്വേതേ? ഈ ശ്വേതയുടെ കണക്കുകൂട്ടലുകള് ഒരിക്കലും തെറ്റാറില്ല. ഒരു വെടിക്ക് 2 പക്ഷിയാ വീണത്. ശ്വേതമോളെ അടിപൊളി. ഒറ്റനോട്ടത്തിൽ നീലാംബരി ചേച്ചിയല്ലെന്ന് ആരും പറയില്ല. മോളിങ്ങനെ ഒരുങ്ങി വന്ന് മുമ്പിൽ നിൽക്കുമ്പോ മഹാലക്ഷ്മിയെ പോലെയാ തോന്നുന്നേ. ശ്വേതമോളെ ഇന്നെന്താ കഴിക്കാനുണ്ടാക്കണ്ടേന്ന് പറഞ്ഞിരുന്നെങ്കി. ഇല്ല, എല്ലാ ദിവസവും നീലാംബരി ചേച്ചി എന്താ ഉണ്ടാക്കണ്ടേന്ന് പറയാറ്. അതാ ഞാൻ ചോദിച്ചേ. ഇന്ന് അമ്മായിക്ക് ഇഷ്ടമുള്ള സെയിം മെനു ഉണ്ടാക്കിക്കോളൂ. നാളെ മുതൽ ഞാൻ പറഞ്ഞു. ശരി ശ്വേതമോളെ. ശ്വേതകുഞ്ഞെ, തോട്ടത്തിൽ കളപറിക്കാനും മരുന്നടിക്കാനും ആൾക്കാർ വന്നിട്ടുണ്ട്. ജോലി തുടങ്ങാൻ പറയട്ടെ? ആ, ചെയ്തോളൂ. ഓ ശ്വേതകുഞ്ഞെ, തോട്ടത്തിൽ തേങ്ങ പറിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. കരിക്ക് നിർത്തിയിട്ട് അവരോട് വിളഞ്ഞ് തേങ്ങ ഇടാൻ പറയണം. പറയട്ടെ? അങ്ങനെ ചെയ്തോളൂ. ശരി കുഞ്ഞെ. മോളെ, നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എന്റെ ചേച്ചിയെ അച്ഛന് വാർത്തെടുത്ത പോലെയുണ്ട്. അതേ സൗന്ദര്യം, അതേ തലയെടുപ്പ്. കണ്ണ് കിട്ടാതിരിക്കാൻ നിനക്ക് ദൃഷ്ടി ഒഴിഞ്ഞിടണമെന്ന് ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. അല്ല മോളെ, മുരളി നിന്നെ ഈ വേഷത്തിൽ കണ്ടോ മോളെ? അച്ഛാ, മുരളിയേട്ടൻ എന്നെ ഈ ഗെറ്റപ്പിൽ കണ്ട് ഫ്ലാറ്റ് ആയിരിക്കാം. ശ്വേതേ, മായാമോഹിനി പടത്തിലെ ദിലീപേട്ടൻ ഗെറ്റപ്പ് മാറി വരുന്നത് പോലെ തന്നെയുണ്ട് നിന്നെ ഇപ്പൊ കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. ആ, അത് ശരിയാ. ഈ ഐഡിയ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയില്ല. ഈ സന്തോഷത്തില് എനിക്കൊന്ന് പറന്നു കൊള്ളുന്നുണ്ട്. എന്ത് പറ്റി ശ്വേത? എടി, ഈ പാദസരം പെട്ടെന്ന് വല്ലത് ടൈറ്റ് ആവുന്ന പോലെയുണ്ട്. നിവേദിത, ഇതൊന്ന് ഓരിത്തന്നടി. എന്ത് പറ്റി? നോക്കട്ടെ. എടി, കാമരയൊക്കെ വെക്ക്. വെയിറ്റ് നിക്ക്, നോക്കട്ടെ. ഒന്ന് വേഗം. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എടി, നീ ഒന്ന് അടങ്ങിയിരിക്കുക. എന്താണ് നോക്കട്ടെ. വേദനിച്ചിട്ട് വയ്യ. ഒന്ന് വേഗം. ഒന്ന് അടങ്ങിയിരിക്കുക. എടി, നീ കാലനക്കല്ലേ, ഞങ്ങൾ നോക്കട്ടെ. നല്ല വേദനയുണ്ട്. ഒന്ന് വേഗം ഓരടി. എടി, ഒന്ന് അടങ്ങിയിരിക്കട്ടെ. ഒന്ന് അടങ്ങിയിരിക്കും. ഞങ്ങൾ നോക്കുമല്ലേ. നീ ഒന്ന് അവിടെ ഇരിക്കേ. എന്തുവാടി നീ കാണിക്കുന്നത്? അവിടെ ഇവിടെ ഇരിക്കും. നോക്കട്ടെ, കാല് കാണിക്കൂ. നീ ഒന്ന് കരയാതിരിക്കും. നോക്കട്ടെ. നീ ഒന്ന് അനങ്ങാതിരുന്നാലും ഞങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. എടി, കാണിച്ചു നോക്കട്ടെ. അങ്ങോട്ട് കാണിക്കും. നോക്കട്ടെ. ഒരു മിനിറ്റ് താശ്വേതേ. നോക്കട്ടെ.
ആരെങ്കിലും ഒന്ന് വേഗം വരണേ. ആരെങ്കിലും ഒന്ന് ഓടി വേഗം വാ വരണേ. ഒന്ന് പെട്ടെന്ന് വരൂ. ആരുമില്ല അവിടെ. എടി നീ ഒന്ന് നോക്ക്. ശ്വേത, നീ കാലനക്കല്ലേ, ഒന്ന് നോക്കട്ടെ. ഞങ്ങള് നോക്കുവല്ലേ, നീ കാലനക്കല്ലേ. ശ്വേതേ, ശ്വേതയുടെ എന്താ മോളെ പറ്റിയത്? കാലും മുറുകുവാ. എന്താ മോളെ കാര്യം? എന്താ പറ്റിയേ? ഒന്ന് കരയില്ലേ? അച്ഛനെ നോക്കട്ടെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അമ്മേ, കരയല്ലേ? ഞാനിത് ഊരി എടുക്കാൻ നോക്കട്ടെ. എന്താ മോളെ? കരയുന്നേ, ഞങ്ങൾ നോക്കി. ആരെങ്കിലും പോയ കട്ടിംഗ് പ്ലെയർ എടുത്തോണ്ട് വാ, പോ. എന്താ പറ്റിയേ? മോനെ ഇവിടെ കാല് കണ്ടില്ലേ? നോക്കു മോനെ. കാണിക്ക്. ചെല്ല് ആ കട്ടിംഗ് പ്ലെയർ എടുത്തോണ്ട് വാ, ചെല്ല്. മോളെ ഇപ്പൊ അഴിച്ചു മാറ്റാം മോളെ. ശ്വേത, നീ ഒന്ന് സമാധാനപ്പെട്ട് ഇപ്പൊ തന്നെ അഴിക്കാലോ. പൗർണമിക്കും ഇതുപോലെ വേദനിച്ചിട്ടുണ്ടാവും, അതുപോലെ കരഞ്ഞിട്ടുണ്ടാവും. അവളെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ, ഇനി നീ കുറച്ച് സഹിക്ക്. ഇതെങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ടൈറ്റ് ആയി വന്നേ? എനിക്കറിയില്ല മുരളിട്ടോ, ഒന്ന് പെട്ടെന്ന് അഴിച്ചതാ. എനിക്ക് നിക്ക് വേദനിച്ചിട്ട് മോളെ വയ്യ. നോക്കട്ടെ. മുരളി ഇത് അഴിക്കാൻ പറ്റുന്നില്ല മോനെ. ശ്വേത ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ അഴിക്കാം മോളെ. ശ്വേത, നീ കാലം നനക്കാതിരിക്കും പ്ലീസ്. ആ കട്ടിംഗ് പ്ലെയർ കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. ഒന്ന് കരയാതിരിക്കും മോളെ. ഇങ്ങോട്ട് കൊണ്ടുവാ. നോക്ക് മോനെ, കട്ട് ചെയ്തെടുക്കാൻ നോക്ക്. എടി ശ്വേത, നീ മിണ്ടാതിരിക്കും, ഇപ്പൊ എടുക്കാം. നിക്ക് മോളെ, നിക്ക്. കട്ട് ചെയ്തെടുക്കാം. നോക്കില്ലേ? മോളെ കാലനക്കാതെ വെക്കേ. സഹിക്കാൻ പറ്റുന്നല്ലോ. അതൊന്ന് പൊട്ടിക്ക് മുരളിട്ടാ. വിഷമിക്കാതിരിക്കും. ഞാൻ ആ തട്ടാനെന്ന് വിളിക്കട്ടെ. ഒന്ന് വേഗം വിളിക്കും മോനെ. നിങ്ങൾ വിടും. നോക്കട്ടെ. മോളെ വിളിക്കല്ലേ. ഹലോ, നോക്കട്ടെ. ഇത് തട്ടാനല്ലേ? ഞാൻ മുരളീകൃഷ്ണൻ സംസാരിക്കുന്നത്. എത്രയും വേഗം വീട്ടിലേക്ക് ഒന്ന് വരണം. നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് നീ കാലനക്കല്ലേ, ഞങ്ങൾ ഈ നോക്കട്ടെ. പാദസരം കട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കയ്യിലെടുത്തോണ്ട് വരണം. എത്രയും പെട്ടെന്ന് വരാൻ പറ്റും അത്രയും വേഗത്തിൽ വാ. മോളെ നിക്ക് മോളെ, നോക്കട്ടെ. അമ്മേ. സാധനം കൊള്ളാം അല്ലേ? ഇനി ഇത് തന്നെ മേടിച്ചടിച്ചാൽ മതി. നല്ല സൂപ്പറായിട്ട് കേറുന്നു. ഗോപീഷ്ണ, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇവളിപ്പം തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളി. എന്നാലേ നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞാൻ പിന്നെ നിങ്ങളെ ഫോണിൽ വിളിച്ചോളാം. ആ എന്നാ അങ്ങനെ ആവട്ടെ. നീ വരുന്നില്ലേ? പിന്നെ വരുന്നില്ലേ? വരുക. ഇവൾക്ക് ഇത് എന്തിന്റെ ഡേ, നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? മറ്റുള്ളവരുടെ കൂടെ ഞാനിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിനറിയില്ലല്ലോ എന്നേ. എന്താ നീ പറഞ്ഞു വരുന്നത്? എന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുണ്ടായിരുന്നിട്ടും സംസാരിക്കാന്ന് കരുതിയത്. ഇതുവരെ നാട്ടുകാരറിഞ്ഞിട്ടില്ല, പക്ഷെ ഇനി ഇതെല്ലാവരും അറിയും. അത് നല്ല രീതിയിൽ അറിയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കും. കലയുടെ കല്യാണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് പുതിയൊരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ അത് അതിലും വലിയ മറ്റൊരു പ്രശ്നമായി തീരും. തൽക്കാലം ഇപ്പൊ ഈ കുഞ്ഞിനെ നീ അബോർഷൻ ചെയ്തേക്കും. കല്യാണത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്താ? എപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്? ഇതിനല്ലേ ആരും കാണാതെ വാന്ന് പറഞ്ഞത്? അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ആരും അറിയാതെ
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്താനല്ലേ നിങ്ങൾ തീരുമാനിച്ചിരുന്നത്? എനിക്കിപ്പോഴെല്ലാം മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും അല്ല ശാലിനി. അങ്ങനെ തന്നെയാ. ഇതുപോലെ മനസ്സിലാവാത്ത വിധം ഞാനൊരു പെട്ടിയൊന്നുമല്ല. ഗോപിയേട്ട, കാശും പണമൊന്നുമില്ലെന്ന് കരുതി ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതണ്ട. ആഘോഷം ചെയ്തേക്കാൻ എത്ര എളുപ്പത്തിലാ ഗോപിയേട്ടൻ പറഞ്ഞത്. എനിക്കതിന് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വയറ്റിലുള്ളതൊരു ജീവനാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പോ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഈ ജീവനെ രക്ഷിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. നോക്ക് ശാലിനി, നീ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് വീട്ടിൽ പോയിട്ട് കല്യാണ കാര്യം സംസാരിക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തോ. നിങ്ങൾ എന്താ കരുതിയേ? സാധാരണ പാവപ്പെട്ട പെണ്ണല്ലേ. ഇവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂന്നുള്ള ധൈര്യമല്ലേ ഇത്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി സമയം തരാം. അതിനുള്ളിൽ എനിക്ക് നല്ലൊരു തീരുമാനം അറിയണം. അല്ലെങ്കിൽ എന്റെ മരണത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യണം? ഞാൻ ചെയ്തൊരു തെറ്റിന് എന്റെ വയറ്റ് വളരുന്ന നമ്മുടെ കുഞ്ഞ്, അതിനെ എന്തിനെ നശിപ്പിക്കണം? അതുകൊണ്ട് നാട്ടുകൂട്ടത്തെ വിളിക്കാം. കല്യാണം കഴിപ്പിച്ചു തരാൻ അവരോട് പറയാം. കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം പോലും. ഛീ! മോനെന്തായി പറയുന്നേ? ഇത് ദൈവത്തിന് തുല്യമായിട്ടുള്ള ജോലിയാ. ഔഷധങ്ങൾ തേടി കാട് തോറും അലഞ്ഞു നടക്കുന്ന എന്നെ ആ അമ്മ മഹാമായാണ് രക്ഷിക്കുന്നത്. എനിക്ക് ജീവൻ രക്ഷിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ മോനെ. അവസാനിപ്പിക്കാൻ എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരരുത്. പൊക്കോ. അതെ വൈദ്യരെ, നിങ്ങൾക്ക് കാശ് പോരാഞ്ഞിട്ടാണെങ്കിൽ എത്ര വേണമെന്ന് പറ. അതൊന്നും വേണ്ട. പിന്നെന്താ? പണം കൊണ്ട് വിലയ്ക്ക് മേടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ മൂലമെങ്കിലും മനസ്സിലാക്ക്. ദയവേത് മുമ്പോ. വൈദ്യരെ, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് താൻ എന്തിനാ എന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓടിക്കാൻ ശ്രമിച്ചെന്ന്. ഈ നിൽക്കുന്നത് ആരാ? തന്റെ മോളാണോ? ആള് കാണാൻ കൊള്ളാലോ. നല്ല ഭംഗിയുണ്ട്. അവളുടെ അമ്മയുടെ ചായയാണോ? അവൾക്കൊന്നും പറ്റാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞങ്ങ് ചെയ്തേക്ക് വൈദ്യരെ. നിങ്ങള് എന്താ പറയുന്നേ? വാ ചേട്ടാ, വാ. ആ പാദസരം വല്ലാതെ ടൈറ്റ് ആയിരിക്കും, ഒന്ന് അഴിച്ചാലോ. ചേട്ടാ ഇവിടെ അത് ചേട്ടാ, എത്രയും വേഗം അത് കാലിൽ നിന്ന് അഴിച്ചെടുക്കാൻ നോക്കല്ലേ. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കും. ഇതിപ്പോ ശരിയാക്കി തരാം. വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രാണം പോണ വേദനയാ. വേഗം ഒന്ന് പൊട്ടിച്ചെടുക്ക ചേട്ടാ. അതെ ചേട്ടാ, പൊട്ടിച്ചെടുത്താലും വേണ്ടില്ല. വേണ്ട സാറേ, കാരണം മുറിച്ചെടുക്കുന്ന സമയത്ത് കാലിലെങ്കിലും കൊണ്ടാൽ അത് വലിയ മുറിവായിട്ട് മാറും. ഇതൊക്കെ ഞാൻ പലയിടത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങളാന്നേ. കുറച്ച് എണ്ണ മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മാത്രം അത് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. കലെ ചെന്നിട്ട് എണ്ണ എടുത്തോണ്ട് വാ, വേഗം കൊണ്ടുവാ. ഒന്ന് സമാധാനം. എന്തിനിങ്ങനെ കരയുന്നേ? എടി ഒന്നുമില്ലടി, നീ സമാധാനപ്പെടും. കരയില്ല ഇങ്ങനെ. അറിയില്ലേ മോളെ, പറയുന്നത് കേക്ക്. എടുക്കൂന്ന് പറഞ്ഞില്ലേ? സാരല്ല ചേട്ടാ, ഇപ്പൊ അഴിക്കും.
ദേ എണ്ണ. എണ്ണ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ എണ്ണ ഇങ്ങനെ ഇപ്പൊ ഒരു മോൾ ഒന്നുകൊണ്ടും മേടിക്കണം. ഇപ്പൊ വിഷമിക്കണ്ട, അറിയണ്ട, ഞാൻ ഇപ്പൊ ഊരി തരാം. അയ്യോ എന്റെ കാലിന്റെ എല്ലാം പൊടിഞ്ഞു പോകുന്നേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കും. വിഷമിക്കണ്ട, അറിയണ്ട, ഞാൻ ഇപ്പൊ ഊരി തരാം. അയ്യോ എന്റെ കാലിന്റെ എല്ലാം പൊടിഞ്ഞു പോകുന്നേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കും. എങ്ങനെയെങ്കിലും പാദസരം ഒന്ന് ഊരിക്കളയും. ഒന്ന് സമാധാനപ്പെടും മോളെ, ഞാൻ ഇപ്പൊ ഊരി തരാം. ദേ ഇപ്പൊ എടി അത് അഴിച്ചോണ്ടിരിക്കാണ്, നീ ഒന്ന് സമാധാനപ്പെട്ടെ. എടി കരയില്ലേടി, ഇപ്പൊ എടുക്കും, ഇപ്പൊ എടുക്കും. എടി നീ കാലനക്കല്ലേ, സമാധാനപ്പെട്ട. ഇനി ഇത് നമ്മളിങ്ങനെ ചുമ്മാ വെച്ചോണ്ടിരുന്ന ഇത് വലിയ ആപത്തിലെ അവസാനിക്കും. ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കും. ഞാൻ എന്റെ സർവീസിനിടയിൽ കൊലുസ് ചെയ്ത് തൊലി ചെയ്തെന്ന് അറിയാൻ പാടില്ലാത്ത വിധത്തിൽ ഇത്രയേറെ ഇറുക്കി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരി, ഞാനിപ്പോ തന്നെ വിളിക്കാം. ഒന്നും ഇത്തിരി എണ്ണയിട്ട് ട്രൈ ചെയ്യട്ടെ. എന്ത് പറ്റി മുരളേട്ടാ? അത് ശ്വേതയുടെ കാലില് പാദസരം ടൈറ്റായി. ഞങ്ങളത് അഴിക്കാൻ നോക്കി, പറ്റിയില്ല. തട്ടാൻ വന്നിട്ട് നടന്നില്ല. അതുകൊണ്ട് ആംബുലൻസ് വിളിക്കുക. എന്താ മുരളേട്ടാ ഇത്? ആംബുലൻസ് വന്ന് കൊലുസ് കഴിക്കോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇങ്ങോട്ട് വാ പൗർണമിലെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? ഒന്ന് വീട്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. എങ്ങോട്ട്? എവിടെ നീ ഇപ്പൊ പോന്നേ? പാവ ശ്വേത ചേച്ചി കൊലുസിറുകി വേദന കൊണ്ട് പൊളയുമല്ലേ. ഞാൻ അഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. എടി, നിനക്ക് തീരെ ബോധമില്ലേ? അതിനെന്താ, ഒരാളെ ഒന്ന് സഹായിക്കുന്നത് അത്ര വലിയ കുറ്റമാണോ? എന്നെ എന്തിനാ ചീത്ത പറയുന്നത്? ശ്വേതയെ നിനക്ക് ഭക്ഷണത്തിന് മരുന്ന് കലക്കി തന്ന് വയറുവേദന ഉണ്ടാക്കി നിന്നെ അവസ്ഥയിൽ എത്തിച്ചത്. സാരില്ല കലേ, അതിനിപ്പോ എന്താ? ആ ഒരു കാരണം കൊണ്ട് ശ്വേത ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ കണ്ണും പൂട്ടിയിരിക്കാൻ എനിക്ക് പറ്റില്ല. അതെന്നെ കൊണ്ട് നടക്കാത്ത കാര്യ. അയ്യോ, നിന്നെ എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കണ്ടെന്ന് എനിക്കറിയില്ല. അത് ഞാനാ. കലേ, ഇപ്പൊ പറയാൻ നിക്കണ്ടേ. പൗർണമിയോട് പറയാൻ തുടങ്ങിയ ആദ്യം മുതലേ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാ ഇവള് തന്നെ മുരളിയേട്ടനോട് പോയി എല്ലാം പറയും. വേണ്ട, ഇപ്പൊ പറയണ്ട. അത് ഞാനാന്ന് പറയാൻ വന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ? അത് പിന്നെ ഇങ്ങോട്ട് നോക്കിയ കലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ശ്വേത ചേച്ചി എന്നെ എപ്പോഴും കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യം പോലും എനിക്ക് നന്നായിട്ടറിയാം. എന്ന് വെച്ച് എന്റെ മുമ്പിൽ ആര് വിഷമിക്കുന്ന കണ്ടാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ മുമ്പിൽ ആര് വിഷമിക്കുന്ന കണ്ടാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിന് വിട്ടിട്ട് ഇപ്പൊ നല്ലത് മാത്രം ചിന്തിക്കാം. പിന്നെ അത് മാത്രല്ല, എല്ലാം എന്റെ അമ്മ മഹമായി നോക്കിക്കോളും. ശരി, ഞാൻ പോയിട്ട് വരട്ടെ. നീ സാധാരണ പെൺകുട്ടിയല്ല പൗർണമി. നിന്നെപ്പോലെ ക്ഷമിക്കാൻ കഴിയുന്ന മനസ്സ് എനിക്കില്ല. നിനക്ക് എന്നും നല്ലത് മാത്രമേ വരികയുള്ളൂ. അല്ലാതെ വേദനിക്കുന്നുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് ഊരി നോക്കാം. കാണിച്ചേ. ശ്വേത, നീ വിഷമിക്കാതിരിക്കെ. ആംബുലൻസിന് ഫോൺ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ അത് ഇവിടെ എത്തും. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മുരളിയേട്ടാ. സമാധാനപ്പെടുക. ഞാനൊന്ന് നോക്കട്ടെ ചേച്ചി, പ്ലീസ്. നമുക്ക് ഫോട്ടോ എടുത്ത് മാറ്റാൻ കഴിയാതിരുന്നപ്പോ പൗർണമിയുടെ കൈ വന്ന ആ ഫോട്ടോയിൽ തട്ടിയപ്പോഴല്ലേ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റിയേ. ഇപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം പൗർണമിയെ കൊണ്ട് പാദസരം അഴിപ്പിച്ചു നോക്കിയാലോ? ഒരു പ്രാവശ്യം അഴിപ്പിച്ചു നോക്ക്. പൗർണമി, നിനക്കൊന്ന് അഴിക്കാൻ പറ്റുമെന്ന് നോക്ക്. ശരി ചേച്ചി.